നമ്മൾ ലാസ്റ്റ് പ്രോഗ്രാം 4 ആണ് പറഞ്ഞത്. നെക്സ്റ്റ് ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള പ്രോഗ്രാം 5 ആണ്. ലാസ്റ്റ് 2 സാറ്റർഡേ ആയിട്ട് ക്ലാസ് ഉണ്ടായില്ല ഡ്യൂ ടു യുവർ എക്സാംസ് ആൻഡ് ഓൾ. സോ ഫിഫ്ത്ത് എക്സ്പെരിമെന്റ് എന്താ പറയുന്നതെന്ന് നോക്കാം. റൈറ്റ് എ പ്രോഗ്രാം ടു ആഡ് 2 integers received via the command line and compile it to an executable named myadder. Now write another program that creates a new process using a fork system call. Make the child process to add 2 integers by replacing its image with the myadder image using execvp system call. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റിന്റെ അകത്ത് 2 പ്രോഗ്രാം വരുന്നുണ്ട്. ഫസ്റ്റ് പ്രോഗ്രാം myadder.c myadder നെയിം യൂസ് ചെയ്തിട്ട് കമാൻഡ് ലൈൻ വഴി 2 ഇന്റിജേഴ്സിനെ നമ്മൾ കൊടുത്തിട്ട് അതിന്റെ സമ്മ് പ്രിന്റ് ചെയ്യണം. ഓക്കെ, അതാണ് ഫസ്റ്റ് എക്സ്പെരിമെന്റ്. സെക്കൻഡ് എക്സ്പെരിമെന്റിൽ അനദർ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ഇപ്പൊ fork2 ആണ് കൊടുത്തിരിക്കുന്ന പേര്, fork2.c. ഇവിടെ പുതിയൊരു പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യണം. ഇത് പ്രീവിയസ് എക്സ്പെരിമെന്റിൽ പറഞ്ഞായിരുന്നു, പിന്നെ OS തിയറിയിലും പറയുന്നുണ്ട്. ഫോക്ക് സിസ്റ്റം കോൾ യൂസ് ചെയ്തിട്ട് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഫോം ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഫോക്ക് സിസ്റ്റം കോൾ യൂസ് ചെയ്തിട്ട്. അപ്പൊ പുതുതായിട്ട് വന്നത് ന്യൂ പ്രോസസ് അല്ലെങ്കിൽ ചൈൽഡ് പ്രോസസ്, പ്രീവിയസ് ഉണ്ടായിരുന്നത് പാരന്റ് പ്രോസസ് എന്നാണ് പിന്നെ പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ചൈൽഡ് പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ഇമേജ് റീപ്ലേസ് ചെയ്യും myadder എന്ന് പറയുന്ന പ്രോഗ്രാം നെയിം വെച്ചിട്ട്. എന്നിട്ട് myadder പ്രോഗ്രാമിൽ നടക്കുന്ന ആ ഒരു സമ്മേഷൻ ഇവിടെ ചെയ്തിട്ട് പ്രിന്റ് ചെയ്യണം. ഇതിന്റെ കോഡ് എങ്ങനെയാന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഫസ്റ്റ് പ്രോഗ്രാം കുറച്ച് ചെറുതാണ്, സെക്കൻഡ് കുറച്ചും കൂടെയും കാര്യങ്ങൾ വരുന്നതുകൊണ്ട് ഇച്ചിരി ലെങ്തിയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ആവശ്യമായിട്ടുള്ള ഹെഡർ ഫയൽസ് കൊടുക്കണം. ഇവിടെ ഇപ്പൊ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ലൈക്ക് printf അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് #include stdio.h വേണം ടു പ്രൊവൈഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ്. ഇനി stdio lib.h വേണം. ഇവിടെ നമ്മൾ a to i എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ, ASCII to integer conversion. പിന്നീട് താഴേട്ട് വരുമ്പോ ഇന്റ് എ, അവിടുത്തെ ആ ഡിക്ലറേഷൻ പാർട്ടിൽ കാണാം a to i. അതെന്ന് പറഞ്ഞാൽ നമുക്ക് stdlib.h ടു പ്രൊവൈഡ് യൂട്ടിലിറ്റി ഫങ്ഷൻസ് ആണ്. യൂട്ടിലിറ്റി ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് a to i, ASCII to integer conversions, അതിനെയാണ് യൂട്ടിലിറ്റി ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ stdlib.h header file it is used to provide utility functions like a to i, ASCII to integer conversions. പിന്നെ അടുത്തത് മെയിൻ ഫംഗ്ഷൻ ആണ്. മെയിൻ ഫംഗ്ഷന് സാധാരണ ഇപ്പൊ ഡാറ്റ ടൈപ്പ് മെയിൻ എന്ന് എഴുതി കേർലി ബ്രേസ് ഓപ്പൺ ചെയ്യും. ഇവിടെ നമ്മൾ മെയിൻ ഫംഗ്ഷന്റെ അകത്ത് വിത്ത് ആർഗ്യുമെന്റ്സ് ആണ് വന്നിരിക്കുന്നത്, മെയിൻ ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെന്റ്സ്. ഇവിടെ ഒരെണ്ണം ഇന്റിജറിലും ഒരെണ്ണം ക്യാരക്ടറും ആണ്. അതായത് നമുക്ക് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ സ്ട്രിങ്സ് ആണ് അവിടെ, അപ്പൊ ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് ആണ് ഇവിടെ വരാം. അപ്പൊ ARGC എന്ന് പറയുന്നതിൽ നമ്പർ ഓഫ് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് ആണ് ഉണ്ടാവുന്നത്. നമ്പർ ഓഫ് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് ARGCയിൽ ഉണ്ടാവും. ARGVയിൽ ദ അറേ ഓഫ് സ്ട്രിങ് ഹോൾഡിംഗ് ദ ആർഗ്യുമെന്റ്സ്. ARGV 0 എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ഓൾവേസ് ഇൻഡിക്കേറ്റ് ദ പ്രോഗ്രാം നെയിം ആണ്. പ്രോഗ്രാം നെയിം ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ARGCയിൽ നമ്മൾ കൊടുക്കുന്ന നമ്പർ ഓഫ് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് ആണ്. ഞാൻ പറഞ്ഞു നമ്മുടെ കമാൻഡ് ലൈനിൽ കമാൻഡ് പ്രോംപ്റ്റ് ഉണ്ടല്ലോ, ഈ ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കമാൻഡ് പ്രോംപ്റ്റിലാണ് നമ്മൾ ഇത് റൺ ചെയ്യണ സമയത്ത് ഫസ്റ്റ് കമ്പൈൽ ചെയ്യണം, എന്നിട്ട് റൺ ചെയ്യുമ്പോൾ അവിടെയാണ് 2 നമ്പേഴ്സ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അവിടെ നിന്നാണ് ആൻസർ നമുക്ക് കിട്ടുക. അപ്പൊ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് ആണ് ARGCയിൽ വരുന്നത്. ഇനി അതിന്റെ അകത്ത് ഇഫ് കണ്ടീഷനിൽ ARGC നോട്ട് ഈക്വൽ ടു 3 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് 2 ഇൻപുട്ട് ആണെങ്കിൽ മാത്രമേ അത് റൺ ആവുള്ളൂ. അത് മോർ ദാൻ 2 അല്ലെങ്കിൽ ലെസ് ദാൻ 2 ആണെങ്കിൽ അത് റൺ ആവില്ല. അപ്പൊ 2 നമ്പേഴ്സിന്റെ സം മാത്രമാണ് ഇവിടെ ചെയ്യുള്ളൂ. അപ്പൊ ARGC എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് ആണ്. അത് 2 എന്നാണെങ്കിൽ മാത്രം, കറക്റ്റ് ഇൻപുട്ട് 2 ആണെങ്കിലാണ് അത് റൺ ആവുള്ളൂ. അപ്പൊ നോട്ട് ഈക്വൽ ടു 3 ആണെങ്കിൽ എന്താണ്, printf എന്ത് ചെയ്യണം, num1 num2 എന്നും പറഞ്ഞിട്ട് ആ ഒരു ARGV0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഓൾവേസ് ഇൻഡിക്കേറ്റ് ദ പ്രോഗ്രാം നെയിം ആണ്. അപ്പൊ അങ്ങനെ പ്രിന്റ് ചെയ്യണം.
ഓക്കെ, num1 num2 പ്രോഗ്രാം നെയിം അങ്ങനെയാണ്. അങ്ങനെ പ്രിന്റ് ചെയ്ത ശേഷമാണ് താഴെ കൊടുത്തിട്ടുണ്ട് ഇന്റ് a is equal to a to i എന്നും പറഞ്ഞ് argv1. അതായത് അവിടെ നമ്മൾ സ്ട്രിംഗ് ടു ഇൻറ്റിജർ കൺവേർഷൻ ചെയ്തിട്ട് ഫസ്റ്റ് നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് argv-യുടെ അകത്ത് വരുന്നത്. ഓക്കെ, അടുത്തത് b എന്ന് പറയുന്ന വേരിയബിളിൽ അവിടെയും a to i കൊടുക്കണം. ASCII ടു ഇൻറ്റിജർ കൺവേർഷൻ ചെയ്തിട്ട് അവിടെയാണ് സെക്കൻഡ് നമ്പർ വരുന്നത്. എന്നിട്ട് തേർഡ് ലൈനിൽ ഇന്റ് സം ഈസ് ഈക്വൽ ടു a പ്ലസ് ബി ആണ്. സോ എയിലും ബിയിലും ഇവിടെ കൊടുക്കുന്ന നമ്പർ കമാൻഡ് ലൈനിൽ നമ്മൾ കൊടുക്കുന്ന നമ്പർ എയിലും ബിയിലും സ്റ്റോർ ആയി. അത് സം ചെയ്ത് റിസൾട്ട് സമ്മിലും സ്റ്റോർ ആയി. അവിടെയാണ് കാൽക്കുലേഷൻ നടക്കുക. ഇനി നമുക്ക് ഫൈനൽ എന്ന് പറഞ്ഞാൽ ഇത് ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചാൽ മതി റിസൾട്ടിന്. അപ്പൊ പ്രിന്റ് എഫ് ഫംഗ്ഷൻ കൊടുത്തു, റിസൾട്ടിനെ പ്രിന്റ് ചെയ്യിപ്പിച്ചു. സോ അവിടെ ഡിസ്പ്ലേസ് ടു നമ്പേഴ്സ് ആൻഡ് സം. പിന്നെ റിട്ടേൺ 0 ഫോർ ദി സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദി പ്രോഗ്രാം. ലാസ്റ്റ് റിട്ടേൺ 0 സ്റ്റേറ്റ്മെന്റും കൊടുക്കണം. ഇതാണ് ഫസ്റ്റത്തെ ഇതിൽ വരുന്ന മയാഡ ഡോട്ട് സീല്. ചെറിയ കോഡാണ്, പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ ഇത് കമ്പൈൽ ചെയ്യാൻ GCC സ്പേസ് ഫയൽ നെയിം ഡോട്ട് സി സ്പേസ് -o സ്പേസ് ഫയൽ നെയിം. അതാണ് കമ്പൈൽ ചെയ്യാനുള്ള കോഡ്. അത് അങ്ങനെ തന്നെ പഠിക്കണം. GCC സ്പേസ് ഫയൽ നെയിം ഡോട്ട് സി സ്പേസ് -o സ്പേസ് ഫയൽ നെയിം. ഇവിടെ ഇപ്പൊ ഫയൽ നെയിം മയാഡർ ആയതുകൊണ്ടാണ് മയാഡർ എന്ന് കൊടുത്തിരിക്കുന്നത്. പിന്നെ റൺ ചെയ്യാൻ ./ഫയൽ നെയിം. ഇനി ഇതിന്റെ അകത്ത് തന്നെ വേറെ ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നൗ റൈറ്റ് അനദർ പ്രോഗ്രാം ദാറ്റ് ക്രിയേറ്റ്സ് എ ന്യൂ പ്രോസസ് യൂസിങ് ഫോക്ക് സിസ്റ്റം കോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം, ചൈൽഡ് പ്രോസസ്സ് ഈ രണ്ട് ഇൻഡിജേഴ്സിനെ ആഡ് ചെയ്യണം ബൈ റീപ്ലേസിങ് ഇറ്റ്സ് ഇമേജ്. ചൈൽഡ് പ്രോസസ്സിന്റെ ഇമേജ് റീപ്ലേസ് ചെയ്തിട്ട് ഈ രണ്ട് ഇൻഡിജേഴ്സിനെ ആഡ് ചെയ്തിട്ട് സമ്മിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. അപ്പൊ അടുത്ത പ്രോഗ്രാം folk2.c എന്ന് പറയുന്ന നെയിം കൊടുത്തു. ഫസ്റ്റ് സെക്ഷൻ തന്നെ ആവശ്യമായിട്ടുള്ള ഹെഡർ ഫയൽസ് കൊടുക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ stdio.h പ്രിന്റ് എഫ് ഫംഗ്ഷന് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷന് വേണ്ടിയിട്ട് കൊടുത്തു. uni_std.h എന്ന് പറയുന്നത് ഇവിടെ ഫോക്ക് എന്ന് പറയുന്ന സിസ്റ്റം കോൾ യൂസ് ചെയ്യുന്നുണ്ട്. execvp എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. getPID ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ #include uni_std.h കൊടുക്കണം. പിന്നെ അടുത്തത് #include sys/type.h PID_t എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ വേണമെങ്കിൽ #include sys/type.h കൊടുക്കണം. പിന്നെ sys/wait.h ഇവിടെ വെയിറ്റ് സിസ്റ്റം കോൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ചൈൽഡ് പ്രോസസ്സ് ഇവിടെ ഇപ്പം ഒരു പാരന്റും ചൈൽഡും അറ്റ് എ ടൈം ഉണ്ടെങ്കിൽ അവരുടെ എക്സിക്യൂഷൻ രണ്ട് രീതിക്കുണ്ട്. ഒന്നെങ്കിൽ കൺകറന്റ്ലി എക്സിക്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചൈൽഡ് പ്രോസസ്സ് കംപ്ലീറ്റ്ലി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം പാരന്റ് പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ അങ്ങനെ ചെയ്യുമ്പോൾ ചൈൽഡ് പ്രോസസ്സ് കംപ്ലീറ്റ്ലി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പാരന്റ് പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ വെയിറ്റ് സിസ്റ്റം കോൾ അപ്ലൈ ചെയ്തിട്ടാണ് അത് നടത്തുന്നത്. ഇനി അടുത്ത പാർട്ട് മെയിൻ ഫംഗ്ഷൻ ആണ്. ഇന്റ് ഡാറ്റ ടൈപ്പ് കൊടുത്ത് മെയിൻ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്ത് PID_t സ്പേസ് PID is equal to fork. അവിടെ ഫോക്ക് സിസ്റ്റം കോൾ യൂസ് ചെയ്ത് ചൈൽഡ് പ്രോസസ് ക്രിയേഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതിന്റെ വാല്യൂ PID-യിലേട്ടാണ് സ്റ്റോർ ആവുന്നത്. ഡാറ്റ ടൈപ്പ് PID_t ആണ് കൊടുക്കേണ്ടത്. ഇനി ഇഫ് കണ്ടീഷന്റെ അകത്ത് PID-യുടെ വാല്യൂ <0 ആണെങ്കിൽ അവിടെ ചൈൽഡ് പ്രോസസ് ക്രിയേഷൻ ഫെയിൽഡ് ആയി, അവിടെ ഇറർ കാണിക്കും. ഓക്കെ, ഇനി അത് PID = 0 ആണെങ്കിലാണ് ചൈൽഡ് പ്രോസസ് ക്രിയേഷൻ സക്സസ്ഫുൾ ആവുള്ളൂ. പിന്നെ getPID ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കറന്റ് പ്രോസസ് PID പ്രിന്റ് ചെയ്യാനാണ്. getPPID ആണെങ്കിൽ പാരന്റ് പ്രോസസ് PID ഫെച്ച് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ലൈനില് ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് കൊടുത്തിട്ട് ARGS എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ARGS = എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്ത, അതായത് ആ കമാൻഡ് ലൈനിൽ കൊടുത്തിട്ടുണ്ട് ആർഗ്യുമെന്റ്സ് ഫോർ മൈയാഡ് എന്നും പറഞ്ഞ് പ്രോഗ്രാം നെയിം num1 num2 null. അപ്പൊ ഇവിടെ നമ്മൾ സം ചെയ്യാനുള്ള രണ്ട് നമ്പേഴ്സ് ഈ പ്രോഗ്രാം കോഡിന്റെ ഇൻസൈഡ് തന്നെയാണ് കൊടുക്കുന്നത്. പ്രീവിയസിന്റെ കേസിൽ കമാൻഡ് ലൈനിലായിരുന്നു കൊടുത്തത്, ഇവിടെ ഈ പ്രോഗ്രാമിന്റെ അകത്ത് തന്നെ കൊടുക്കുക. അപ്പൊ അതിന്റെ സിന്റാക്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്.
ഇനി ഈ ചൈൽഡ് പ്രോസസ്സിന്റെ ഇമേജ് മൈയാഡർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. അതിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് execvp എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പൊ execvp എന്നും പറഞ്ഞിട്ട് args 0 എന്നും പറഞ്ഞ് args എന്ന് കൊടുക്കുവാണെങ്കിൽ ചൈൽഡ് പ്രോസസ്സിന്റെ ഇമേജ് റീപ്ലേസ് ആവും വിത്ത് മൈയാഡർ. മൈയാഡർ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു പ്രോഗ്രാം ആണ്. അപ്പൊ അതിലെ കോഡും കാര്യങ്ങളും വെച്ച് എക്സിക്യൂട്ട് ചെയ്ത് ഈ രണ്ട് നമ്പേഴ്സ് ഇവിടെ തന്നെ നമ്മൾ കൊടുക്കണം ഈ പ്രോഗ്രാം കോഡിന്റെ അകത്ത്. ഇനി ഈ execvp ഫെയിൽ ആവുകയാണെങ്കിൽ ഇറർ കാണിക്കും. execvp എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് ചൈൽഡ് പ്രോസസ് ഇമേജ് റീപ്ലേസ് ചെയ്ത് വിത്ത് മൈയാഡർ പ്രോഗ്രാം ആണെങ്കിൽ സക്സസ്ഫുള്ളി അത് റൺ ചെയ്യും. പിന്നെ നമുക്ക് അടുത്ത എൽസ് പാർട്ടില് ഇവിടെ പാരന്റ് പ്രോസസ്സും ചൈൽഡ് പ്രോസസ്സിന്റെയും PID പ്രിന്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഫസ്റ്റ് നമ്മൾ ചൈൽഡ് പ്രോസസ്സിന്റെ PID പ്രിന്റ് ചെയ്തു. ഇനി പാരന്റ് പ്രോസസ്സിന്റെ കേസിൽ പാരന്റ് പ്രോസസ്സ് PID അതുപോലെ ചൈൽഡ് പ്രോസസ്സിന്റെ ഇവിടെ ഗെറ്റ് PID യൂസ് ചെയ്യുമ്പോൾ പാരന്റ് പ്രോസസ്സിന്റെ PID ആണ് ഇവിടെ പ്രിന്റ് ആവുന്നത്. PID എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടോ ഇവിടെ പ്രിന്റ്എഫിന്റെ ആ സ്റ്റേറ്റ്മെന്റിൽ ലാസ്റ്റ് PID കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചൈൽഡ് PID റിട്ടേൺ ചെയ്യും ബൈ ഫോർക്ക് സിസ്റ്റം കോൾ. അവിടെ അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, ചൈൽഡ് PID റിട്ടേൺ ബൈ ദ ഫോർക്ക് സിസ്റ്റം കോൾ. ഇനി വെയിറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എക്സിക്യൂഷൻ നമുക്ക് വെയിറ്റ് സിസ്റ്റം കോൾ അപ്ലൈ ചെയ്തിട്ടാണ് പാരന്റ് വെയിറ്റ് ചെയ്ത് ചൈൽഡിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഫോർമാറ്റ് സിൻടാക്സ് എന്ന് പറഞ്ഞാൽ വെയിറ്റിന്റെ അകത്ത് നൾ കൊടുക്കുക. അങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ചൈൽഡ് പ്രോസസ് ഫിനിഷ് ദ എക്സിക്യൂഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റും കൂടി പ്രിന്റ് ചെയ്യുന്നതാണ് ലാസ്റ്റ് കാണുന്നത്. പിന്നെ റിട്ടേൺ 0 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ് ഫോർ ദി സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദി കോഡ്. ഇവിടെ ചൈൽഡ് പാരന്റ് പ്രോസസ് PIDയും ചൈൽഡ് പ്രോസസ് PIDയും അതുപോലെ സമ്മിന്റെ റിസൾട്ട് കാണിക്കും. ഇവിടെ സമ്മിന്റെ വാല്യൂസ് ഈ കോഡിന്റെ ഇൻസൈഡ് തന്നെ നമ്മൾ കൊടുക്കുവാണ്. പ്രീവിയസിന്റെ കേസിൽ എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് മാത്രമായിരുന്നു. അത് കമാൻഡ് ലൈനിൽ വരും. കമാൻഡ് ലൈനിൽ വരുമ്പോൾ അവിടെ നമ്മൾ കൊടുക്കും. അത് കറക്റ്റ് രണ്ട് നമ്പർ ആണെങ്കിലാണ് കിട്ടുള്ളൂ. ലെസ്സോ ഹൈയോ ആണെങ്കിൽ അത് ഇറർ കാണിക്കും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ കോഡും കാര്യങ്ങളും ഓരോ ലൈനിലും സംഭവിക്കുന്നതൊക്കെ പഠിക്കുക. എക്സാം ഒക്കെ വരുമ്പോൾ ഈ കോഡ് പഠിച്ചിട്ട് തന്നെ ടൈപ്പ് ചെയ്യേണ്ടി വരും. കറക്റ്റ് എന്തെങ്കിലുമൊക്കെ ചെറിയ ഇറർ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ലൈനിൽ കാണിക്കുമല്ലോ കമ്പൈൽ ചെയ്യുമ്പോൾ. അപ്പൊ അത് നോക്കി മനസ്സിലാക്കി തിരുത്തിയാൽ മതി. ഇന്ന പോയിന്റിലാണെന്നുള്ള കറക്റ്റ് കാണിക്കുമല്ലോ കമ്പൈൽ ചെയ്യുമ്പോൾ. അപ്പൊ പ്രശ്നമൊന്നുമില്ല. കമ്പൈൽ ചെയ്യുന്ന കമാൻഡ് ഒക്കെ പഠിക്കണം. GCC സ്പേസ് ഫയൽ നെയിം ഡോട്ട് C സ്പേസ് -o സ്പേസ് ഫയൽ നെയിമും റൺ ചെയ്യാൻ ./ഫയൽ നെയിമും ആണ് കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പൊ FOC2 ആണ് കൊടുത്ത ഫയൽ നെയിം, അതുകൊണ്ടാണ് ആ സ്ഥാനത്ത് FOC2 കാണിച്ചത്. ഇതിപ്പോ എന്തായാലും 2 മൊഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആ 2 മൊഡ്യൂളിൽ പറയുന്ന തിയറിയും കാര്യങ്ങളും തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് 3 എക്സ്പെരിമെന്റ്സ് കംപ്ലീറ്റ്ലി അത് തിയറിയിൽ ബന്ധപ്പെട്ടൊന്നുമില്ല. ബേസിക് ആയിട്ട് കുറച്ച് കമാൻഡ്സും കാര്യങ്ങളൊക്കെയാലോ പറഞ്ഞത്. പിന്നെ കറണ്ട് സിസ്റ്റം ടൈം പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാം ആയിരുന്നു തേർഡ്. ഫോർത്തിലും ഫിഫ്തിലും വരുമ്പോഴാണ് ഇവിടെ ഇപ്പൊ ഫോക്സ് സിസ്റ്റം കോൾ ഒക്കെ യൂസ് ചെയ്യുന്ന ആ സിൻടാക്സും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുള്ളൂ. തിയറിയിൽ ജസ്റ്റ് കോഡ് പറയുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് കൺസെപ്റ്റ് പറഞ്ഞു പോവേ ഉള്ളൂ. ഇവിടെ പ്രോഗ്രാമിൽ കോഡ് കാര്യങ്ങൾ വരും. അത് അപ്ലൈ ചെയ്യേണ്ട സിൻടാക്സ് ഒക്കെ പഠിക്കാം. മാം, ഞങ്ങളുടെ ഓഫ്ലൈൻ ലാബ് നിങ്ങൾ ലാബിൽ വന്ന് ഇത് ഉബുണ്ടുവിൽ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് ഒക്കെ വേണം, ടെർമിനൽ ബാർ വേണം. അപ്പോ ഓൺലൈനിൽ നോക്കുമ്പോൾ ചിലത് നമുക്ക് റൺ ആവുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ റൺ ആവാൻ ചാൻസ് കുറവാ. ഇത് റൺ ആവില്ല. കമാൻഡ് ലൈനിലല്ലേ നമ്മൾ കൊടുക്കുന്ന രണ്ട് നമ്പേഴ്സ് ഒക്കെ. ഓൺലൈൻ C കമ്പൈലറിൽ എനിക്ക് ഫോർത്ത് എക്സ്പെരിമെന്റ് എന്തോ റണ്ണായി, തേർഡ് അങ്ങനെ നോക്കേണ്ടി വരും ചെക്ക് ചെയ്ത്. അപ്പൊ കുറച്ചുകൂടെ ബെറ്റർ ഡയറക്റ്റ് ലാബിൽ വന്നിട്ട് ചെയ്യുന്നതായിരിക്കും.